മക്കളെ ജെഇ സെഷൻ 2 2025 ജെഇയുടെ സെഷൻ 2വിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏപ്രിൽ 2, 3, 4 തീയതികളിലെ കുട്ടികളുടെ അഡ്മിറ്റ് കാർഡ് മാത്രമേ റിലീസായിട്ടുള്ളൂ. ബാക്കിയുള്ള അഡ്മിറ്റ് കാർഡുകൾ പിന്നാലെ എക്സാമിന് മുമ്പ് തന്നെ ഓരോ ഡേറ്റിൻ്റേതായിട്ട് റിലീസായിക്കൊള്ളും. ഇപ്പോൾ ഞാൻ നിലവിൽ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാ അഡ്മിറ്റ് കാർഡുകൾക്കും പാറ്റേൺ സെയിം തന്നെയാണ്, ഡേറ്റ് മാത്രമാണ് മാറുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അഡ്മിറ്റ് കാർഡിന് 4 പേജുകളാണ്. അതിൽ ആദ്യത്തെ പേജാണ് ഞാൻ ഈ കാണിക്കുന്നത്. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകേണ്ടത് ഈ ഒരു പേജ് മാത്രമാണ്. ബാക്കി 2, 3, 4 പേജുകളൊക്കെ ഇൻസ്ട്രക്ഷൻസും മറ്റുമാണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഈ 1ാമത്തെ പേജാണ്. ആ 1ാമത്തെ പേജിലെ ഡീറ്റെയിൽ പറയാം. അതിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടാവും, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, കാൻഡിഡേറ്റിൻ്റെ പേരുണ്ടാവും, ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ പേരുണ്ടാവും, ജെൻഡർ ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, കാറ്റഗറി ഉണ്ടാവും, സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ഉണ്ടാവും, ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണോ അല്ലയോ അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും. റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചറും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അന്ന് കൊടുത്ത ഡീറ്റെയിലിനനുസരിച്ചുള്ളതാണ് അഡ്മിറ്റ് കാർഡിൽ വരിക. അപ്പോൾ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ ചിലരുടെ ഫോട്ടോസ് വിസിബിൾ ആയിരിക്കില്ല, സിഗ്നേച്ചർ വിസിബിൾ ആയിരിക്കില്ല, ഈ പറഞ്ഞ ബാർകോഡ് വിസിബിൾ ആയിരിക്കില്ല, ഈ QR കോഡ് വിസിബിൾ ആയിരിക്കില്ല. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിസിബിൾ ആവാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതായത് ഈ ബാർകോഡും QR കോഡും ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഈ ഡീറ്റെയിലും ഒക്കെ ഉണ്ടെങ്കിലേ ആ അഡ്മിറ്റ് കാർഡിന് വാലിഡിറ്റി ഉള്ളൂ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അല്ലാത്തതാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു പേജ് കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ബെറ്റർ. കളർ വേണമെന്ന് നിർബന്ധമല്ല, പക്ഷെ പ്രിഫറബിൾ കളറാണ്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ ക്ലിയർലി വിസിബിൾ ആവണമെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എക്സാം ഹോളിൽ കൊണ്ടുപോവുക, ഒരു കോപ്പി നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചേക്കുക. ഇനി അലോട്ട്മെൻറ്റ് പ്രൊസീജിയറൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവില്ല, കാരണം ഇത് നമ്മൾ കൊടുത്തിട്ട് വരണം. അതുകൊണ്ട് ഒരു കോപ്പി നിങ്ങൾ വീട്ടിലെടുത്ത് വയ്ക്കുക. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കുഴപ്പമില്ല, അതിൽ ഫോട്ടോ ഒന്നും പേസ്റ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, വെറുതെ പ്രിൻ്റ് എടുക്കുന്നത് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക. ഇനി അതേ പേജിൽ ഫോട്ടോഗ്രാഫിൻ്റെ തൊട്ട് താഴെ ടെസ്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പോൾ ഈ കുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് പേപ്പർ 1 BE BTechനാണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ട് 3-ാം തീയതിയാണ്. റിപ്പോർട്ടിംഗ് ടൈം 1 മണിക്കാണ്. അപ്പോൾ അതിലെ സെക്കൻഡ് ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം, അതായത് 3 മണി തുടങ്ങി 6 മണി വരെയാണ് എക്സാം. കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കാണ്. 3 മണിക്ക് എക്സാമുള്ള കുട്ടി 1 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഈ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഈ സമയത്താണ് എക്സാം നടക്കുക, പക്ഷേ റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലണം. ഈ ഗേറ്റ് ക്ലോസിംഗ് ഇവിടെ 2:30-ക്കാണ്. ആ സമയം നോക്കിയിട്ട് ചെല്ലരുത്, റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ ചെല്ലണം, മറക്കരുത്. ഇവിടെ നിങ്ങളുടെ ആധാറിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആധാർ കൊടുത്തവരാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നോക്കുക, ദ കാൻഡിഡേറ്റ് ആർ അഡ്വൈസ്ഡ് ടു ബ്രിങ് ഫോട്ടോ ID പ്രൂഫ് ആസ് അപ്ലോഡഡ് ഇൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. അതായത് ഈ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ ഈ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കാൻ വേണ്ടി എന്താണോ കൊടുത്തത്, ഫോർ എക്സാമ്പിൾ ഏതാണ് ഫോട്ടോ ID അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ ഈ കുട്ടി ആധാറാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ആധാറാണ് എക്സാമിന് ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം കൊണ്ടുപോവേണ്ടത്. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കൊണ്ടുപോവേണ്ടത്. ഇനി ഈ പേജിൽ ഈ ടെസ്റ്റ് ഡീറ്റെയിലിൻ്റെ താഴെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. കുട്ടിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ താഴെ സൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പേജിൻ്റെ മിഡിൽ പോർഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഇനി ആ ഫസ്റ്റ് പേജിൻ്റെ ലാസ്റ്റ് പോർഷൻ, ഏറ്റവും താഴെ ഉള്ളതിലേക്ക് പോകാം. ഏറ്റവും താഴെ നോക്കുക, ഇവിടെ കുട്ടിയുടെ ഫോട്ടോ പേസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് ആണ്. ഇത് ഏത് ഫോട്ടോയാണ്? നമ്മൾ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഏറ്റവും മേലെ കണ്ടൊരു ഫോട്ടോ ഉണ്ട്, ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മേലെ കണ്ടൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ തന്നെയാണ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആ ഫോട്ടോയിൽ ഡേറ്റ് ഉണ്ടായിരുന്നു, ഇതിൽ ഡേറ്റ് വേണോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, സെയിം ഫോട്ടോ ആയിരിക്കണം. അവിടെ ഡേറ്റ് ഉണ്ട്, ഇവിടെ ഡേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പറ്റുമെങ്കിൽ അത് തന്നെ അതേ ടൈപ്പ് തന്നെ ഇവിടെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒട്ടിച്ചിട്ട് പോകണം. ഇനി രണ്ടാമത്തേത്, ഇവിടെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, കുട്ടിയുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ ഇവിടെ എടുക്കണം. അത് ഇങ്ങനെ ജസ്റ്റ് പാരലലി എടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ തന്നെയാണെങ്കിൽ ബെറ്റർ. അപ്പോൾ ഇതും വീട്ടിൽ നിന്ന് എടുക്കണം. ഇത് രണ്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഓൾറെഡി ചെയ്തിട്ട് പോകണം. ഇവിടെ നിങ്ങൾക്ക് സൈൻ ചെയ്യാനുള്ള സ്ഥലമാണ്, പക്ഷേ നിങ്ങൾ സൈൻ ചെയ്യരുത്. ഇത് നിങ്ങൾ ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ മാത്രമേ സൈൻ ചെയ്യാവൂ. ഇത് നിങ്ങൾ അവിടെ ചെന്ന് എക്സാം ഹോളിൽ ഇൻവിജിലേറ്റർ നിങ്ങളോട് സൈൻ ചെയ്യാൻ പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് സിഗ്നേച്ചറാണ് ടു ബി സൈൻഡ് ഓൺ ദ ഡേ ഓഫ് എക്സാമിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് ഇൻവിജിലേറ്റർ ഓൺലി. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യരുത്. ബാക്കി രണ്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകണം. ഇത് ഹോളിൽ ചെന്നിട്ട് ഇൻവിജിലേറ്റർ പറയുമ്പോഴേ ചെയ്യാവൂ. ഇതാണ് ആ ഫസ്റ്റ് പേജ്. ഇതാണ് ശരിക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോവേണ്ടത്. ഈ ബാക്കി പേജുകളിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാം. ഇത് രണ്ടാമത്തെ പേജാണ്.
അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിംഗ് ടൈമിൽ തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻ പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയെല്ലാം നമുക്കറിയാം. അതായത് മാൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ പുറത്താക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയാണ്. എക്സാമിനേഷൻ ഹോളിൽ സൈലൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മെയിൻ കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് റിപ്പോർട്ടിംഗ് ടൈമിൽ അവിടെ എത്തണം. അതേപോലെ അഡ്മിറ്റ് കാർഡ് കൺസിസ്റ്റ് ഓഫ് 4 പേജസ്. പേജ് 1 നിങ്ങളുടെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങളുടെ ടെസ്റ്റ് ഡീറ്റെയിലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിലും സെൽഫ് ഡിക്ലറേഷനും ഒക്കെയുള്ള പേജാണ്. പേജ് 2 ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻസ്, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേജ്. പേജ് 3 ഇമ്പോർട്ടൻ്റ് അഡ്വൈസറി, അതും നിങ്ങൾക്കുള്ള അഡ്വൈസസ് ആണ്. പേജ് 4 ഡിക്ലറേഷൻ ഫ്രം നോൺ ആധാർ കാൻഡിഡേറ്റ്. ആധാർ ഉപയോഗിച്ചല്ലാതെ ചെയ്തവരും പിന്നെ ആധാറിൽ എന്തെങ്കിലും എററും അല്ലെങ്കിൽ ആധാറിൽ എന്തെങ്കിലും മിസ്റ്റേക്കും ഒക്കെ ഉള്ളവർ കൊണ്ടുപോകേണ്ടതാണ് ഈ 4ാമത്തെ പേജ്. ബാക്കിയുള്ളവർക്ക് ഈ 1ാമത്തെ പേജ് മതി. ബാക്കിയുള്ള ഈ ആധാറിൽ എന്തെങ്കിലും ഡിഫക്റ്റോ മറ്റോ ഉണ്ടെങ്കിൽ 1ാമത്തെ പേജും 4ാമത്തെ പേജും കൊണ്ടുപോകണം. റൈറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രക്ഷൻ ഇതാണ്. ഇഫ് റിലീജിയൻ ഓർ കസ്റ്റം ഡ്രസ്സ് റിക്വയർ, നിങ്ങൾക്ക് റിലീജിയസോ കസ്റ്റം ഡ്രസ്സോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്താൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് എന്തൊക്കെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാം ഹോളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്ന ഒന്ന് ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്കൊരു മിനറൽ വാട്ടറോ മറ്റോ വാങ്ങി അതിൻ്റെ സ്റ്റിക്കർ ഒഴിവാക്കി അത് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലായിരിക്കണം. ഇനി ഒരു സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻറ്റ് പെന്നും ട്രാൻസ്പെറൻറ്റ് ഒരു ഗ്ലാസ് ടൈപ്പ് ആയിരിക്കണം. അതേപോലെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡഡ് ഫ്രം ഇന്ത്യ വെബ്സൈറ്റ്, എ ക്ലിയർ പ്രിൻ്റ് ഔട്ട് ഓൺ A4 ഷീറ്റ്. അപ്പോൾ ഇത് ഈ A4 ഷീറ്റിൽ എടുത്തിരിക്കുന്ന ഈ അഡ്മിറ്റ് കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു കളറാണെങ്കിൽ പ്രിഫറബിൾ. ഇതിൻ്റെ ഒരു കോപ്പി വീട്ടിൽ സൂക്ഷിക്കണം, അത് ഏതായാലും കുഴപ്പമില്ല. ഇനി അഡീഷണൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിൽ ഒരു ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കുന്ന ഫോട്ടോ കൂടാതെ അഡീഷണലി നിങ്ങൾ ഒരെണ്ണം കയ്യിൽ വെറുതെ കൊണ്ടുപോകണം. അത് അവിടുത്തെ അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 2 ഫോട്ടോ വേണം. ഒന്ന് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചു, ഒന്ന് നിങ്ങൾ എക്സാം ഹോളിൽ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവണം, കൂടെ ഒരു ഫോട്ടോ ഉണ്ടാവണം, പെൻ ഉണ്ടാവണം, ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ ഉണ്ടാവണം, ഒറിജിനൽ വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ഡോക്യുമെൻറ്റ്, ആധാർ ആണെങ്കിൽ ആധാർ, ആ ID ഒറിജിനലും ഉണ്ടാവണം. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ PWDയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. സ്ക്രൈബ് ഉള്ള കുട്ടിയാണെങ്കിൽ സ്ക്രൈബിൻ്റെ ഡോക്യുമെൻറ്റ്, അതായത് സ്ക്രൈബിൻ്റെ ഡിക്ലറേഷനും വേണം, സ്ക്രൈബിൻ്റെ ID പ്രൂഫും വേണം. ഇനി അടുത്തത് BRക്കും മറ്റും എക്സാമിലുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് പറഞ്ഞിരിക്കുന്നത് BE-BTech ഉള്ള കുട്ടിയാണ്. BRക്കുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ജോമെട്രി ബോക്സും പെൻസിലും ഇറൈസറും കളർ പെൻസിലും ഒക്കെ അവർക്ക് ആവശ്യമുള്ളത് അവർ തന്നെ കൊണ്ടുപോകണം. ഓക്കെ, അല്ലാതെ അവിടുന്ന് തരില്ല. പെന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, പെന്നുണ്ടാവണം. ഇനി ബാക്കിയുള്ളവർക്ക് ഈ BRക്ക് പോലുള്ള പ്രോഗ്രാമുകൾക്കുള്ളവർക്ക് മാത്രമാണ് ജോമെട്രി ബോക്സും പെൻസിലും ഇറൈസറും ഒക്കെ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് പെന്ന് മാത്രമാണ്. അടുത്തത് ഷൂസ്, ഫുട്വെയർ, തിക്ക് സോളുള്ള ഫുട്വെയർ, അതുപോലെ ബട്ടൺസ് ഉള്ള വലിയ ബട്ടൺ ഉള്ളത് അല്ലെങ്കിൽ ലെയറുകളുള്ളത് അങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും പെർമിറ്റ് ചെയ്യില്ല. അതായത് നോർമൽ ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നീറ്റിൻ്റെ അത്രയും സ്ട്രിക്റ്റ് അല്ല എങ്കിൽ കൂടി മെറ്റൽ പാർട്ടുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക. അതേപോലെ വലിയ ബട്ടൺ ഉള്ളത് ഒഴിവാക്കുക, ലെയറുകൾ ഓവർകോട്ട് ഉള്ളത് ഒഴിവാക്കുക, അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി സിമ്പിൾ ഡ്രസ്സ് ഉപയോഗിക്കാം. ഇനി സപ്പോസ് എക്സാമിൻ്റെ ഇടയിൽ കുട്ടി ഒരു ബയോ ബ്രേക്ക്, അതായത് ടോയ്ലറ്റിൽ പോകാനോ മറ്റോ ആവശ്യപ്പെട്ടാൽ അവരതിന് പെർമിറ്റ് ചെയ്യും. പക്ഷെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഫ്രിസ്കിംഗ് പ്രോസസ്സ് ഉണ്ടാകും, വീണ്ടും നിങ്ങളെ ചെക്ക് ചെയ്യും. നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം തന്നെയാണ് അതിൽ പോകുന്നതെന്ന് ഓർക്കുക, അതിന് അഡീഷണൽ ടൈം കിട്ടില്ല. ഇനി അടുത്തത്, നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് ഒരു ബ്ലാങ്ക് പേപ്പർ തരും. റഫ് വർക്ക് ചെയ്യാനുള്ള പേപ്പർ നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല, അവിടുന്ന് കിട്ടും. അങ്ങനെ എക്സാമിനേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് തരുന്ന റഫ് വർക്കിനുള്ള പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേരും റോൾ നമ്പരും എഴുതണം. എന്നിട്ട് എക്സാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതവിടെ എക്സാം ഹോളിലെ ഡ്രോപ്പ് ബോക്സിൽ തന്നെ ഇട്ടിട്ട് വരണം. അതായത് നിങ്ങൾ അവിടെ തന്നെ കൊടുക്കണം തിരിച്ച്, ആ പേപ്പർ വെളിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതേപോലെ ഡ്യൂലി ഫിൽഡ് അഡ്മിറ്റ് കാർഡ്, നിങ്ങൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് അവിടെ തന്നെ നിങ്ങൾ കൊടുത്തിട്ട് വേണം വരാൻ. അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങി വയ്ക്കും. നിങ്ങൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് വാങ്ങി വയ്ക്കും, നിങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന അഡീഷണൽ റഫ് വർക്ക് ചെയ്യാൻ തരുന്ന പേപ്പർ വാങ്ങി വയ്ക്കും. അതേപോലെ നിങ്ങൾ കൊണ്ടുപോയ അഡീഷണൽ ഫോട്ടോഗ്രാഫ് വാങ്ങും. അതായത് നിങ്ങൾ കൊണ്ടുപോകുന്നത് അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുന്നുണ്ട്, ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകുന്നുണ്ട്, വാലിഡ് ID പ്രൂഫ് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ തിരിച്ചു തന്നു വിടുക നിങ്ങളുടെ ID പ്രൂഫ് മാത്രമാണ്. ബാക്കി ഫോട്ടോയും അഡ്മിറ്റ് കാർഡും റഫ് വർക്കിൻ്റെ പേപ്പർ അവർ തരുന്നതും ഒക്കെ അവർ വാങ്ങി വയ്ക്കും. ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ ആ കുട്ടിയുടേത് 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിരുന്നെങ്കിൽ ഇത് 2-ാം തീയതിയാണ് എക്സാം. ഈ അഡ്മിറ്റ് കാർഡിൽ നോക്കുക, BE-BTech തന്നെയാണ് കുട്ടിയും പ്രിഫർ ചെയ്തിരിക്കുന്നത്. 2-ാം തീയതിയാണ് എക്സാം. 2-ാം തീയതി രാവിലെ 7 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം.
ഫസ്റ്റ് സെഷനാണ്, രാവിലത്തെ സെഷനാണ്. 9 മണിക്കാണ് എക്സാം. പക്ഷേ റിപ്പോർട്ടിംഗ് ടൈം 7 മണിക്കാണ്. 8:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇവിടെയും കുട്ടി പ്രിഫർ ചെയ്തിരിക്കുന്ന ആധാറാണ്. അപ്പോൾ ആധാറാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്നാണെന്നും എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ എക്സാം എപ്പോഴാണെന്നും ഒക്കെ ആ പേജിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ട് ഉണ്ടാകാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഒന്നിലധികം പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിലും ഞാൻ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.